യാത്രക്കാർ ഉൾപ്പെടെയുള്ളവരെ ഞെട്ടിച്ച് റെയിൽവേയുടെ മോക്ക് ഡ്രിൽ. അപകടമുഖത്തെ രക്ഷാപ്രവർത്തനം വിലയിരുത്തുവാനും തടസ്സമില്ലാത്ത രക്ഷാ ഏകോപനം കൃത്യമായി സാധ്യമാക്കുവാനും വിവിധ വകുപ്പുകൾ എത്രത്തോളം സജ്ജമാണെന്ന് പരിശോധിക്കുകയായിരുന്നു മോക്ക് ഡ്രിൽ. കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ യാർഡിൽ ഒരു ട്രെയിനിന് അപകടം സംഭവിച്ച സാഹചര്യം സൃഷ്ടിച്ചാണ് ഈ പരിശീലനം നടത്തിയത്. രാവിലെ 8:44 അപകട അലാറം മുഴങ്ങിയത്. ഇതോടെ എമർജൻസി സംഘം സജീവമായി. NDRF, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ്, പോലീസ്, ആരോഗ്യവകുപ്പ്, റവന്യൂ വകുപ്പ് തുടങ്ങിയ ഏജൻസികളും സഹകരിച്ച് പ്രവർത്തിച്ചു. ട്രെയിൻ അപകടങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള പ്രായോഗിക പരിശീലനം നൽകുകയും ദുരന്ത നിവാരണ ശേഷി ശക്തിപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു ഈ പരിശീലനത്തിന്റെ ലക്ഷ്യം. പാസഞ്ചർ കോച്ചുകൾ പാളം തെറ്റുക, തീപിടിക്കുക, യാത്രക്കാരെ സുരക്ഷിതമായി ഒഴിപ്പിക്കുക തുടങ്ങിയ ഒന്നിലധികം അടിയന്തര സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു. കോച്ചുകൾ വീണ്ടും പാളത്തിൽ കയറ്റുന്നതിനുള്ള ക്രെയിൻ പ്രവർത്തനങ്ങൾ, പരിക്കേറ്റവരെ ഒഴിപ്പിക്കുക, ജീവഹാനി സംഭവിച്ചവർക്ക് അടിയന്തര നടപടിക്രമങ്ങൾ നടപ്പിലാക്കുക, ബാക്കി യാത്രക്കാരെ സുരക്ഷിതമായി മാറ്റുക, സഹായ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുക, ടോൾ ഫ്രീ നമ്പറുകൾ, ഫാക്സ്, അടിയന്തര വിവരവിനിമയ ശൃംഖലയുടെ വിന്യാസം എന്നിവയും പരിശീലനത്തിൽ ഉൾപ്പെട്ടു. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റികൾ, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ്, ആരോഗ്യവകുപ്പ് എന്നിവയുമായുള്ള ഏകോപനം ദുരന്ത പ്രതികരണത്തിന്റെ കാര്യക്ഷമത വിലയിരുത്തുന്നതിൽ നിർണായകമായി. ഡിവിഷണൽ റെയിൽവേ മാനേജർ ദിവ്യകാന്ത് ചന്ദ്രകർ മുതിർന്ന ഉദ്യോഗസ്ഥർക്കൊപ്പം അപകട സ്ഥലത്ത് നിന്ന് പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ചു. ദക്ഷിണ റെയിൽവേയുടെ ചീഫ് പബ്ലിക് റിലേഷൻ ഓഫീസർ ശ്രീ സെന്തമൽ സെൽവൻ അറിയിച്ചതനുസരിച്ച് ഉയർന്ന സുരക്ഷാ മാനദണ്ഡങ്ങളും തയ്യാറെടുപ്പും ഉറപ്പുവരുത്തുവാൻ ദക്ഷിണ റെയിൽവേ പ്രതിജ്ഞാബദ്ധമാണ്. ഇത്തരം സമഗ്ര പരിശീലനങ്ങൾ എല്ലാ വിഭാഗങ്ങളും അടിയന്തര സാഹചര്യങ്ങളെ കൃത്യതയോടെയും ഏകോപനത്തോടെയും കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയുള്ളവരാണെന്ന് ഉറപ്പാക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. നമ്മൾ ഇവിടെ ഒരു മോക്ക് ഡ്രില്ല് നടത്തുന്നത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ്, റെയിൽവേ ഡിപ്പാർട്ട്മെൻറ്റ് എത്രമാത്രം തയ്യാറാണ്, ഒരു അപകടം വന്നാൽ അല്ലെങ്കിൽ ഒരു അപകടം ഉണ്ടായാൽ എത്രമാത്രം തയ്യാറാണ് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മോക്ക് ഡ്രില്ല് ഇവിടെ നടത്തുന്നത്. ഇതിൽ വന്ന് റെയിൽവേയിലത്തെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും, പിന്നെ പോലീസ്, ഫയർഫോഴ്സ്, NDRF, SDRF, അതേപോലെ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ എല്ലാവരും പങ്കെടുത്തിട്ടാണ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ നമ്മൾ എത്രമാത്രം പ്രിപ്പയർഡാണ് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. എൻ്റെ പേര് ഷാംനാഥ്, അസിസ്റ്റന്റ് സെക്യൂരിറ്റി കമ്മീഷണറാണ് RPF-ൽ. ഇവിടുത്തെ RPF-ന്റെ ഇത് നോക്കുന്നത് ഞാനാണ്, ഈ ആക്സിഡന്റ് സൈറ്റിലത്തെ. തിരുവനന്തപുരം ഡിവിഷൻ ദക്ഷിണ റെയിൽവേ അടിയന്തര സാഹചര്യങ്ങളിൽ പ്രതികരിക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ ശക്തിപ്പെടുത്തുന്നതിനും റെയിൽവേ വിഭാഗങ്ങൾക്കിടയിലും ദുരന്ത നിവാരണ ഏജൻസികൾക്കിടയിലും ഏകോപനം വർദ്ധിപ്പിക്കുന്നതിനും യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമായി ദേശീയ ദുരന്ത നിവാരണ സേനയുമായി ചേർന്ന് ഒരു സമഗ്ര സുരക്ഷാ പരിശീലനം വിജയകരമായി നടത്തി. ഓപ്പറേറ്റിംഗ്, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, മെഡിക്കൽ, സുരക്ഷ, കൊമേഴ്ഷ്യൽ വിഭാഗങ്ങൾ എന്നിവയുൾപ്പെടെ ഡിവിഷനിലെ എല്ലാ വകുപ്പുകളും പങ്കെടുത്തു.